നൈസ് തിങ്കേഴ്സിന്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട SPC കൂട്ടുകാരെ, പലരും ചോദിച്ച ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ചെയ്തിരിക്കുന്നത്. ഫിസിക്കലിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോയാണ് ഇന്ന്. അപ്പോൾ സമയമൊട്ടും കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫിസിക്കലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 8 ഇനങ്ങളുണ്ട്. 8 ഇനങ്ങളിൽ 5 എണ്ണം വിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുകയുള്ളൂ. മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ എഴുത്തു പരീക്ഷയുടെ മാർക്കിനൊപ്പം ഫിസിക്കലിന് ലഭിക്കുന്ന മാർക്കും കൂടി ചേർത്താണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. ടെക്സ്റ്റ് പരീക്ഷയ്ക്ക് മാർക്ക് അല്പം കുറഞ്ഞു പോയാലും 5 ഫിസിക്കൽ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ആൺകുട്ടികൾക്ക് ഏതൊക്കെ ഇനങ്ങളാണുള്ളത്, പെൺകുട്ടികൾക്ക് ഏതൊക്കെ ഇനങ്ങളാണുള്ളത്, അതെങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എനിക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇവിടെ വിശദീകരിക്കുന്നത് ആൺകുട്ടികളുടെ ഫിസിക്കൽ ഇനത്തെ കുറിച്ചാണ്. നിങ്ങൾക്കുള്ള 8 ഇനങ്ങൾ: 1 100 മീറ്റർ ഓട്ടം, 400 മീറ്റർ ഓട്ടം, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ്, സ്റ്റാൻഡിംഗ് സ്ട്രെച്ച് ജമ്പ്, ഹൈ ജമ്പ്, ക്രിക്കറ്റ് ബോൾ ത്രോ, പുഷപ്സ്, പുട്ടിംഗ് ദ ഷോട്ട്, അതായത് ഷോട്ട് പുട്ട്, ഷട്ടിൽ റേസ്. നോക്കൂ, 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം. അതുപോലെ 400 മീറ്റർ ഓട്ടം 80 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം. സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പില് 1.5 മീറ്റർ ദൂരം കവർ ചെയ്യണം. അതുപോലെ ഹൈ ജമ്പ് 2 മീറ്റർ ദൂരമെങ്കിലും കവർ ചെയ്യണം. പിന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ 35 മീറ്റർ ദൂരത്തിലേക്ക് പോകണം. പുഷപ്പ് മിനിറ്റിൽ 8 എണ്ണം എടുക്കണം. പിന്നെ ഷോട്ട് പുട്ട് 3 കിലോയുടെ ഷോട്ട് പുട്ട് 5 മീറ്റർ ദൂരത്തിലേക്ക് എറിയണം. ഷട്ടിൽ റൈസ് 28 സെക്കൻഡ് കൊണ്ട് 25x4 25 മീറ്റർ 4 തവണ ഓടണം. ഷട്ടിൽ റൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ 100 മീറ്ററിനെ 25 മീറ്റർ ആയിട്ട് തിരിച്ചിട്ട് നമ്മുടെ റിലേ പോലെ 2 വശത്തേക്കും ഓടി ചെന്ന് തൊട്ട് തിരിച്ചു വരുന്നതാണ് ഷട്ടിൽ റിലേ. പിന്നെ ഷോട്ട് പുട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം. 3 കിലോ ഭാരമുള്ള ഷോട്ട് പുട്ട് 5 മീറ്റർ ദൂരത്തിലേക്ക് ഇടുക. പുഷപ്പ് മിനിറ്റിൽ 8 എണ്ണം എടുക്കുക. ക്രിക്കറ്റ് ബോൾ ത്രോ 35 മീറ്റർ, കുറഞ്ഞത് 35 മീറ്റർ അകലത്തിലെങ്കിലും ഇടുക. പിന്നെ ഹൈ ജമ്പ് 2 മീറ്റർ ഉയരത്തിൽ ചാടുക. സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ് എന്ന് പറയുന്നത് ലോങ് ജമ്പ് ആണ്. ലോങ് ജമ്പ് 1.5 മീറ്റർ ദൂരത്തിലെങ്കിലും കുറഞ്ഞത് ചാടണം. അറിയാലോ, ഓടിക്കൊണ്ട് വന്ന് ദൂരത്തേക്ക് ചാടുക. കുറഞ്ഞത് 1.5 മീറ്റർ ദൂരത്തിലെങ്കിലും ചാടണം. അതാണ് സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ്. 400 മീറ്റർ ഓട്ടം 80 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം. 17 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓട്ടം പൂർത്തിയാക്കണം. ഇത് ആൺകുട്ടികളുടെ ഫിസിക്കലിന്റെ കണക്കാണ് പറഞ്ഞത്. പെൺകുട്ടികൾക്ക് വേറെയാണ്. നമുക്ക് അടുത്ത അതിലേക്ക് പോകാം. ആൺകുട്ടികളുടെ ഫിസിക്കലിനെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ ഫിസിക്കൽ അല്പം കൂടി ഈസിയാണ്. അവർക്ക് 20 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടിയെത്തിയാൽ മതി. 100 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ കവർ ചെയ്താൽ മതി. സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ് 1.2 മീറ്റർ കവർ ചെയ്യുക. 1.5 മീറ്റർ മതി ഹൈ ജമ്പിന്. പിന്നെ ഹാൻഡ് ബോൾ ത്രോ, അതായത് ക്രിക്കറ്റ് ബോൾ ത്രോ 10 മീറ്റർ അകലത്തിൽ എറിഞ്ഞാൽ മതി. 10 മീറ്റർ. സിറ്റപ്പ്, ആൺകുട്ടികളുടെ പുഷപ്പിന് പകരം പെൺകുട്ടികൾക്ക് സിറ്റപ്പ് ആണ്. അതല്ലോ, ഇരുന്നിട്ട് എണീക്കുക, ഇടുപ്പിൽ കൈവച്ചിട്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കുക. അത് മിനിറ്റിൽ 15 എണ്ണം. പിന്നെ ഷോട്ട് പുട്ട് 3 കിലോ ഉള്ളത് 4 മീറ്റർ അകലത്തിൽ എറിഞ്ഞാൽ മതി. 4 മീറ്റർ. പിന്നെ ഷട്ടിൽ റേസ് 25x4, അത് 30 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാവർക്കും ഫിസിക്കലിന്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിസിക്കലിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.